ഹലോ, വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കർക്കിടകത്തിൽ ഉലുവുണ്ടയാണ് എല്ലാവരും കഴിക്കാറുള്ളത്. ഇത് മരുന്നുണ്ടയാണ് ഉണ്ടാക്കുന്നത്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ കർക്കിടകത്തിലുള്ള ഈ മരുന്നുണ്ട. ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തുള്ള എള്ള് അടങ്ങിയിട്ടുണ്ട്. എള്ളിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയ സംരക്ഷണ ശേഷി വർദ്ധിപ്പിക്കുകയും കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ BP, ഷുഗർ എന്നിവ കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് ഞവരയാണ്. ഞവരരി കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവ ഒരുപാട് ധാതുക്കൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലുകളുടെ ബലത്തിന് വളരെ നല്ലൊരു സംഭവമാണ് ഞവരരി. കപ്പലണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അറിയാമല്ലോ, വൈറ്റമിൻ E ഉണ്ട്, B1 ഉണ്ട്, B3, B9, പിന്നെ കൂടാതെ അതിനകത്ത് മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ കപ്പലണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തെ കൂടുതൽ വണ്ണം വയ്ക്കാതെ ഉള്ള ശരീരം നല്ല കട്ടിയുള്ളതും ഉറപ്പുള്ള ബലവത്തായൊരു ബോഡി നമുക്ക് തരാനായിട്ട് കപ്പലണ്ടി കഴിക്കുന്നതിലൂടെ പറ്റും. പിന്നെ അയമോദകത്തിന് ഡീഹൈഡ്രേഷനും ഡൈജഷൻ പ്രോബ്ലം മാറ്റാനും പിന്നെ അമിതവണ്ണം കുറയ്ക്കാനൊക്കെ അയമോദകത്തിന് സാധിക്കുന്നുണ്ട്. ആശാളി തലമുടിയുടെ സംരക്ഷണം വളരെയധികം നല്ലതാണ്. ആശാളി മുടി പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ ആശാളി മുടിക്ക് നല്ല സ്ട്രെങ്ത്തും ആരോഗ്യവും കിട്ടും. ഇതിനകത്ത് ചോറിന് ഉപയോഗിക്കുന്ന പുഴുക്കലരിയുണ്ട്, അതിന് പകരം അവലാണെങ്കിൽ അതെടുക്കാം. കരിപ്പെട്ടി, അത് ഈസ്നോഫീലിയ, അലർജി മുതലായ സംരക്ഷണം തരുന്ന ഒന്നാണ് കരിപ്പെട്ടി. നമുക്ക് നീർവീഴ്ച അതൊക്കെ ഉണ്ടെങ്കിൽ കരിപ്പെട്ടി വഴി അതൊക്കെ വളരെയധികം ആശ്വാസം കിട്ടും. പിന്നെ ഇതിനകത്ത് ഞാൻ തേങ്ങ സ്പീഡായിട്ട് പറയുന്നത് കാരണം അത്രയും ഞാൻ ഷോർട്ടാക്കിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊരു ചെറിയൊരു തേങ്ങ എടുക്കുന്നുണ്ട്, അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ നെയ്യ് അതിനകത്ത് ചേർത്തിട്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നുണ്ട് നെയ്യ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ കരിപ്പെട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ കുറുകാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് കട്ടിക്ക്. റോസ്റ്റ് ചെയ്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സിയിലിട്ട് നല്ല ഫൈൻ പൗഡറാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൊടിയിലും ഞാൻ ഒരു 50 ഗ്രാം നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിനകത്തും പിന്നെ 2 സ്പൂൺ നമ്മുടെ തേങ്ങ വറുത്തെടുപ്പുള്ള അതിനകത്തും ഇട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം 50 ഗ്രാം നെയ്യേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ബാക്കി ഇപ്പോൾ ഈ കരിപ്പെട്ടി ഉരുക്കിയിട്ട് അതും ഒഴിച്ചിട്ടുണ്ട്. ചൂടാറിയിട്ട് വേണം, നല്ല ചൂടിൽ ഒഴിക്കരുത്, ലൈറ്റായിട്ട് ഇളം ചൂടിൽ വേണം ഒഴിക്കാനായിട്ട്. ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ഞാൻ ചേർത്തു. പിന്നെ ഈ ഉണ്ടയായിട്ട് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പാല് തിളപ്പിച്ച് ചൂട് ആറിയ ശേഷം അധികം ആറാൻ നിൽക്കണ്ട, 2 സ്പൂൺ ഈ പൗഡർ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, എന്തായാലും ഇത് നിങ്ങൾ ഉണ്ടാക്കണം. നല്ലൊരു സമയമാണിത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്താണ് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ആണുങ്ങൾക്കുള്ള ഇത് എന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചതിന് മുകളിലാണ്. ഇത് പുരുഷന്മാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ. അതുകൊണ്ട് എല്ലാവരും ഇത് കാണുക, ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും മറ്റുള്ളവർക്ക് കൂടി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.